കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം കഴിഞ്ഞതിനു ശേഷവും റായ്ബറേലിയിലും അമേഠിയിലും ആര് മത്സരിക്കുമെന്ന ചോദ്യം ഉയർന്നു നിൽക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയും അമേഠിയിൽ കിഷോരിലാൽ ശർമ്മയും മത്സരിക്കും. മത്സര രംഗത്തേക്കില്ലെന്ന തീരുമാനമായിരുന്നു പ്രിയങ്ക ഗാന്ധി തുടക്കം മുതൽക്ക് തന്നെ എടുത്തിരുന്നത്. വയനാട്ടിൽ നിന്ന് മത്സരിച്ച രാഹുലാകട്ടെ മറ്റൊരു മണ്ഡലത്തിൽ കൂടി ജനവിധി തേടാനില്ലെന്നും ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നു. എന്നാൽ നീണ്ട ചർച്ചകൾക്കൊടുവിലായിരുന്നു ഗാന്ധി കുടുംബത്തിന്റെ സ്ഥിരം സീറ്റായ റായ്ബറേലിയിൽ നിന്ന് മത്സരിക്കാൻ രാഹുൽ തയ്യാറായത്. അമേഠിയിൽ രാഹുലിന് വേണ്ടിയുള്ള മുറവിളി പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നുയർന്നിരുന്നു. എന്നാൽ അമേഠിയിൽ മത്സരിക്കാൻ രാഹുൽ തയ്യാറായില്ല. പ്രിയങ്ക ഗാന്ധി മത്സര രംഗത്തില്ലാത്തത് ചിലയിടങ്ങളിൽ ചർച്ചയാകുന്നുമുണ്ട്. എന്നാൽ പ്രിയങ്കയെ ഒരു മണ്ഡലത്തിലേക്ക് മാത്രമായി ഒതുക്കാൻ സാധ്യമല്ല എന്നായിരുന്നു കോൺഗ്രസിന്റെ മറുപടി. പ്രധാനമന്ത്രി പ്രചരിപ്പിക്കുന്ന കള്ളങ്ങളെ നിശബ്ദമാക്കാൻ പ്രിയങ്കയ്ക്ക് സാധിക്കുന്നു. വർദ്ധിച്ച വീര്യത്തോടെയാണ് പ്രിയങ്ക പ്രചാരണം നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയങ്കയുടെ സാന്നിധ്യത്തിന് അത്രയും പ്രാധാന്യമുണ്ട്. അവരെ ഒരു മണ്ഡലത്തിലേക്ക് മാത്രമായി ചുരുക്കാൻ സാധിക്കില്ല. അവർ രാജ്യം മുഴുവൻ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നായിരുന്നു കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയ്റാം രമേശ് എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചത്. എന്തുകൊണ്ട് രാഹുൽ അമേഠിയിൽ നിന്ന് മത്സരിക്കാതെ റായ്ബറേലി തിരഞ്ഞെടുത്തു? പ്രിയങ്ക ഗാന്ധി എന്തുകൊണ്ട് മത്സരിക്കുന്നില്ല? 2 മണ്ഡലങ്ങൾ തിരഞ്ഞെടുത്ത രാഹുൽ ഏത് മണ്ഡലത്തെയായിരിക്കും ഉപേക്ഷിക്കുക തുടങ്ങിയ ചോദ്യങ്ങൾ ഇതിനകം തന്നെ BJPയുടെ ഭാഗത്തു നിന്നും സ്വന്തം അണികളിൽ നിന്നും ഉയർന്നിട്ടുണ്ട്. ഇതിനൊക്കെ മറുപടിയൊന്നോണമാണ് ഇപ്പോൾ ജയ്റാം രമേശ് എക്സ് പ്ലാറ്റ്ഫോമിൽ നൽകിയിരിക്കുന്ന വിശദീകരണം. രാഷ്ട്രീയത്തിലും ചെസ്സിലും മികച്ച ഒരു കളിക്കാരനാണ് രാഹുൽ ഗാന്ധി. നീണ്ട ചർച്ചയ്ക്കൊടുവിൽ പാർട്ടി നേതൃത്വം എടുത്ത തന്ത്രപരമായ നീക്കമാണ് രാഹുലിനെ റായ്ബറേലിയിൽ മത്സരിപ്പിക്കുക എന്നത്. ഈയൊരൊറ്റ തീരുമാനം കൊണ്ട് BJPയും അവരുടെ പ്രവർത്തകരും പാദസേവകരും പരിഭ്രാന്തരായിരിക്കുകയാണ്. പരമ്പരാഗത സീറ്റൊന്നൊക്കെ പറഞ്ഞിരുന്ന BJPയുടെ സ്വയം പ്രഖ്യാപിത ചാണക്യന് ഇപ്പോൾ എങ്ങനെ പ്രതികരിക്കണമെന്ന് നിശ്ചയമില്ല. റായ്ബറേലിയിലെ സീറ്റ് സോണിയാഗാന്ധിയുടേത് മാത്രമല്ല, അത് ഇന്ദിരയുടേത് കൂടിയാണ്. അത് അനന്തരാവകാശമല്ല, ഉത്തരവാദിത്വവും കടമയുമാണെന്ന് ജയ്റാം രമേശ് കുറിച്ചു. ഗാന്ധി കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം കേവലം അമേഠിയും റായ്ബറേലിയും മാത്രമല്ല, രാജ്യത്തിന്റെ വടക്കു മുതൽ തെക്കു വരെ ഗാന്ധി കുടുംബത്തിന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. ഉത്തർപ്രദേശിൽ നിന്ന് 3 തവണയും കേരളത്തിൽ നിന്ന് 1 തവണയും രാഹുൽ പാർലമെന്റിൽ എത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് പ്രധാനമന്ത്രിക്ക് വിദ്യാമേഖലയ്ക്ക് തെക്കുള്ള ഒരു മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള ധൈര്യം ഇല്ലാത്തതെന്നും ജയ്റാം രമേശ് ആരാഞ്ഞു. രാഹുൽ ഗാന്ധിക്കെതിരെ അമേഠിയിൽ മത്സരിക്കുന്നു എന്നത് മാത്രമായിരുന്നു സ്മൃതി ഇറാനിയുടെ ഏക സവിശേഷത. ഇപ്പോൾ അവരുടെ രാഷ്ട്രീയ പ്രസക്തി നഷ്ടമായിരിക്കുന്നു എന്നും അദ്ദേഹം പരിഹസിച്ചു. ഇതൊരു നീണ്ട തിരഞ്ഞെടുപ്പാണ്. കളി ഇനിയും ബാക്കിയാണ്. അല്പം കൂടി കാത്തിരിക്കാമെന്നും ജയ്റാം രമേശ് കൂട്ടിച്ചേർത്തു.